ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് യുഎസിന്റെ ഔദ്യോഗിക പിന്മാറ്റം ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. യുഎസിന്റെയും ലോകത്തിന്റെയും ആരോഗ്യരംഗത്തെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കുമെന്ന മുന്നറിയിപ്പുകൾ നിലനിൽക്കെയാണ് നീക്കം. ഐക്യരാഷ്ട്ര സംഘടനയുടെ ആരോഗ്യ ഏജൻസിക്ക് നൽകാനുള്ള $260 മില്യൺ ഫീസ് നൽകാതെ പിന്മാറുന്നത് യുഎസ് നിയമത്തിന്റെ ലംഘനമാണെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. 2025 യുഎസ് പ്രസിഡന്റായി ചുമതലയേറ്റ ആദ്യ ദിവസം ഡൊണാൾഡ് ട്രംപ് ലോകാരോഗ്യ സംഘടനയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനമെടുത്തിരുന്നു. യുഎസ് നിയമപ്രകാരം സംഘടന വിടുന്നതിന് 1 വർഷം മുൻപ് നോട്ടീസ് നൽകുകയും കുടിശ്ശികയുള്ള മുഴുവൻ തുകയും അടച്ചു തീർക്കുകയും വേണം. കഴിഞ്ഞ 1 വർഷത്തിനിടെ ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഡാനം ഗെബ്രിയേസസ് ഉൾപ്പെടെയുള്ള ആഗോള ആരോഗ്യ വിദഗ്ധർ ഈ തീരുമാനത്തിൽ പുനർചിന്ത വേണമെന്ന് യുഎസിനോട് ആവശ്യപ്പെട്ടിരുന്നു. 2024-2025 വർഷങ്ങളിലെ കുടിശ്ശിക യുഎസ് ഇതുവരെ നൽകിയിട്ടില്ലെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഫെബ്രുവരിയിൽ നടക്കുന്ന എക്സിക്യൂട്ടീവ് ബോർഡ് യോഗത്തിൽ യുഎസിന്റെ പിന്മാറ്റവും അത് കൈകാര്യം ചെയ്യേണ്ട രീതിയും അംഗരാജ്യങ്ങൾ ചർച്ച ചെയ്യുമെന്നും ലോകാരോഗ്യ സംഘടനയുടെ വക്താവ് പറഞ്ഞു. എന്നാൽ കുടിശ്ശിക നൽകാതെ പിന്മാറാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് പ്രതികരിക്കാൻ യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല. യുഎസിന്റെ പിന്മാറ്റം സംഘടനയെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. സംഘടനയുടെ മൊത്തം ഫണ്ടിങ്ങിന്റെ 18% നൽകിയിരുന്നത് യുഎസ് ആയിരുന്നു. ഫണ്ട് വെട്ടിക്കുറച്ചതോടെ മാനേജ്മെന്റ് ടീമിനെ പകുതിയായി കുറയ്ക്കാനും ഈ വർഷം പകുതിയോടെ 1/4 ജീവനക്കാരെ പിരിച്ചുവിടാനും സംഘടന നിർബന്ധിതരായിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.